ഹലോ ഗൈസ്, ഇന്ത്യ ലൈഫിൽ ഒറ്റ ദിവസം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. രാവിലെ തന്നെ ചങ്ങായിമാരൊപ്പം പൊറോട്ടയും ബീഫും. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടുത്തെ പൂച്ച കുറച്ച് റിച്ച് ആണ്. തലാനും കാറ്റിലുണ്ടെങ്കിൽ കടന്നുറങ്ങൂല ഇത്രേ പാവം. ഗൈസ്, ഇപ്പൊ നമ്മൾ പോണത് നെല്ലായിലെ നരിമട കാണാനാണ്. ഈ സ്ഥലത്ത് കുറുക്കാൻ പോയിട്ട് കുറുക്കന്റെ കാട്ടം പോലും ഞാൻ പേര് നരിമട എന്നാണ്. ഇത്ര അടിപൊളി സ്ഥലത്ത് വന്നിട്ട് തന്തവായ്പ് വീഡിയോ എടുക്കുന്ന ആളെ ഞാൻ ആദ്യത്തെ കാണുന്നത്. തന്തവായ്പ് തന്നെ. ഹാപ്പി വാലന്റൈൻസ് ഡേ വിത്ത് തന്തവായ്പ്. അങ്ങനെയും പറയാൻ നമ്മള് വീട്ടിൽ പോവാണ്. വീട്ടിലെത്തി പിന്നെ ഒരു കൂലിപ്പണിക്കാരനായി ചക്കമങ്ങ തേങ്ങ പോലുള്ള സാധനങ്ങൾ പറിക്കുക, കുടുംബക്കാർക്ക് ഡെലിവറി ചെയ്യുക. അതെന്റെ പണി. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ തിന്നാൻ കിട്ടും. അപ്പൊ നമ്മുടെ കൂലിയിൽ ടാലി ആയി പോകും. ഇതെന്റെ മൂത്തക്ക മൂപ്പരാളെ വെറുപ്പിക്കുമ്പോൾ സുഖം ഉണ്ടല്ല. വണ്ടിലേക്ക് ഒരു ദിവസം ടൂർ പോയ പോലും എനിക്ക് ഫീൽ ആയിട്ടില്ല. വെറുപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത് വരുത്. കൈ കിട്ടിയ പിന്നെ ഞാൻ ബഡ്ജറ്റായി. അത്രയൊക്കെ പ്രശ്നം ഉണ്ടായാലും എനിക്ക് ഇടക്കിടക്ക് പോയി ചൊറിയണം, അല്ലെങ്കിൽ സുഖം കിട്ടില്ല. മാങ്ങ കുറച്ച് ക്യൂട്ട്നെസ് ആയിട്ട് നോക്കിയാണ് പണ്ടാറങ്ങ എന്റെ കണ്ണിക്കണ്ട് തെറിച്ച് ആലാക്കിന്റെ ഉലിങ്ങനി ഒടുക്കത്തെ വേദനയും. ഇത് വലുതായ ഓറഞ്ചാവെന്ന് പറഞ്ഞിട്ടാണ് കടക്കാരൻ നമ്മളെ കൊണ്ട് ഈ സുന പേടിപ്പിച്ചത്. എന്റെ അളിന്റെ മോൻ തന്നിട്ട് ഉമ്മാക്കനെ ചെറിയ വന്ന് വലിയ സ്പെഷ്യൽ മന്തിയാണ് നമ്മൾ കഴിക്കാൻ പോണത്. കുറച്ച് മൈനസ് എടുക്കുക, ചിക്കൻ കൂട്ടുക, ചോറിനൂട്ടാണ് കഴിക്കുക. അടിപൊളി. ഇതാണ് നമ്മുടെ വീട്ടിലെ റോബോട്ട്. മുട്ടായിട്ട് എണ്ണം കൂടിയ പണിയുടെ ആത്മാർത്ഥത കൂടും. അങ്ങനെ ഒരു സ്കീമാണ് ഇവിടെ. ഉച്ചക്കൊന്ന് പുറത്തിറങ്ങിയ പിന്നെ ഭയങ്കര ദാഹം. ഒറ്റപ്പാലം പോയി തിരിച്ചു വരുമ്പോ കണ്ടതാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചേച്ചി ഒരു നോട്ടം നോക്കി എന്റെ ആത്മാവോട് പുറത്തുപോയി. പറയാണ്ടിരിക്കാൻ വയ്യ. എനിക്കും ഇഷ്ടമായി, എന്റെ ചങ്ങായിക്കും ഇഷ്ടമായി. ഇവിടെ വന്ന് അതിന്റെ സിറപ്പ് കിട്ടും. വാണ്ടർക്ക് മേടിച്ചോണ്ട് വന്യജീവിയുടെ ബോർഡൊക്കെ ഉണ്ടെങ്കിലും നാടൻ പട്ടിനല്ലാതെ വേറൊരു സാധനം ഇവിടെ കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരം. ഇവിടെ നമ്മൾ കുറെ നേരം കുളിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോയത്. അഞ്ചിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്റെ മൗസിൽ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു. ഓനക്ക് വരുന്ന അവൈലബിലിറ്റിയും കിട്ടും, ഓന്റെ പ്രായത്തിനനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ടും കിട്ടും. എന്തായാലും അടിപൊളി സാധനം. രണ്ട് ജ്യൂസിൽ ഫസ്റ്റത്തെ സാധനം തീരെ ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാൻഡ്വിച്ച് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടാറില്ല, അതുകൊണ്ട് സത്യം മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ച് പ്രൊമോഷൻ ചെയ്യുന്ന ഒരു നുണയാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു അർത്ഥമല്ല. ഓക്കെ, വൈകുന്നേരം എണ്ണക്കര പിടിക്കാൻ വേണ്ടി ടൗണിലേക്ക് ഇറങ്ങിയതാണ്. നോക്കുമ്പോൾ അത്ര നാട്ടുകാർ മൊത്തം നോക്കിയേക്കണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, JCB ഉണ്ടെങ്കിൽ നാട്ടുകാർക്ക് വേറൊന്നും വേണ്ട. അതിന് പ്രായമല്ല പരിധിയില്ല. അടുത്ത ദിവസം വീട്ടിലെ അറബിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ വാവാസ്മാള് പോയത്. കുറച്ച് നാൾ സൗദിയിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഫാഷൻ ആണിത്. ഭായിമാര് ചോറിനുണ്ടാക്കിയ പാനിപ്പൂരി അല്ലത്. കഴിച്ചു നോക്കിയപ്പോ ഇഷ്ടമായി, പക്ഷെ ചൂടുണ്ടാറില്ല. ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് കഴിക്കുക അത് എനിക്കറിയില്ല. പിന്നെ കാണാനുള്ള മൊഞ്ചോക്കി മേടിച്ചാണിത്. സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ ഫ്ലേവർ എനിക്ക് ഇത് ഇഷ്ടമായില്ല. ഗായ്സ്, തിരിച്ച് വീട്ടിലെത്തിയപ്പോ അമ്മയുടെ ഗിഫ്റ്റ്, സോറി ഗായ്സ്, മണ്ടല്ല കാക്കുന്റെ ഗിഫ്റ്റ് ആണിത്. ഈ പെട്ടെന്ന് പെട്ടെന്ന് ഉപയോഗിച്ച പോട്ടെ, അങ്ങോട്ട് പറഞ്ഞുതരാം. നോയിസ് ക്യാൻസലേഷൻ ഉണ്ടല്ലോ, കിണ്ണ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ശരി ഗായ്സ്, ബൈ ബൈ.